ഹലോ എവരിവൺ, 50,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് മന്ത്ലി ബേസിസിൽ കിട്ടിയാലോ? നല്ല ഒരു പരിപാടിയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ശരിയാ ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെയാണ്. ഇത് കേട്ടിട്ട് ഇപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ക്രാക്ക് ചെയ്ത് തരാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ശരിയാ ബേസ്ഡ് ഫണ്ട്സ് എല്ലാത്തിനെയും കുറിച്ചും അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂസ് വരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വല്ല ക്വറീസോ ഡൗട്ട്സോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓൾസോ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഞങ്ങളോട് ചാറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. സോ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ബേസിക്സ് വെച്ച് തുടങ്ങാം. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇന്ത്യയിലുള്ള 3 എത്തിക്കൽ ഫണ്ട്സാണ്. അത് ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടും അത്യാവശ്യം കാലപ്പഴക്കമുള്ളതാണ്. ലൈക്ക് അവരുടെ ഇൻസെപ്ഷൻ ഡേറ്റ്സ് ടാറ്റയുടെ 1996 ടോറസിൻ്റെ 2009. റീസെൻ്റായിട്ട് മാർക്കറ്റിലേക്ക് വന്നതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസ്കോമീറ്റർ നോക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും റിസ്കോമീറ്റർ വെരി ഹൈ ആയിട്ട് ഇരിക്കുകയാണ്. ലൈക്ക് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്കോമീറ്ററിലുള്ളൊരു ഫണ്ട്സുകളിലാണ്. സോ അതിനനുസരിച്ചുള്ള നമുക്ക് റിട്ടേൺസ് കിട്ടുക. പിന്നെ ബെഞ്ച് മാർക്ക് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി 500 ഷെറിയയിലാണ്. ടോറസ് BSE 500 ഷെറിയയിലും അതുപോലെ ക്വാണ്ടം നിഫ്റ്റി 500 ഷെറിയയിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ റിട്ടേൺസ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് 1 ഇയർ നോക്കുമ്പോൾ 2 ഫണ്ട്സും കുറച്ച് മോശമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ. സോ ലാസ്റ്റ് ഇയർ നമുക്ക് മാർക്കറ്റ് നല്ല രീതിക്കല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 5 to 10 ഇയേഴ്സിൻ്റെ റിട്ടേൺ റേഷ്യോ നോക്കുന്ന സമയത്ത് ടാറ്റയിൽ 17%, ടോറസിൽ 16% ഫോർ ലാസ്റ്റ് 5 ഇയേഴ്സ്. 10 ഇയേഴ്സിൻ്റെ നോക്കുന്ന സമയത്ത് 10% ടാറ്റയിലും 11% ടോറസിലും. പിന്നെ ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ ഫണ്ട് മാർക്കറ്റിലോട്ട് വന്നതിന് ശേഷം നോക്കുന്ന സമയത്ത് 15% ഇൻക്രീസാണ് ടാറ്റയിൽ കാണുന്നത്, ടോറസിൽ 16%. ക്വാണ്ടം പുതിയ ഫണ്ടാണ്. അപ്പോൾ സിൻസ് ഇൻസെപ്ഷൻ ഇറ്റ് ഈസ് -3. അപ്പോൾ നമ്മൾ ഈ 3 ഫണ്ട്സിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ ഫൈനാൻഷ്യൽ സെറ്റപ്സ് ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ലൈക്ക് കാൽക്കുലേറ്റർ ഞാൻ തുറന്നിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ. സോ വർക്കിംഗ് മീൻസ് എങ്ങനെയാണ് മന്ത്ലി 50K നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെന്ന്. സോ ആ 50K നമ്മൾ 1 ഇയറിന് ശേഷമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് നോക്കാം. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് മന്ത്ലി SIP 75,000 അതുപോലെ SWP ലൈക്ക് 50K ആണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് മന്ത്ലി ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഒരു ആവറേജ് ആയിട്ട് ഞാൻ 7% എടുത്തിരിക്കുന്നത്. സോ SIP ഇയർ എന്ന് പറയുന്നത് 15 കൊല്ലം നമ്മൾ SIP അടയ്ക്കണം. പിന്നെ SWP ഇയർ എന്ന് പറയുന്നത് 49 ഇയേഴ്സ് എന്നുവെച്ചാൽ 49 കൊല്ലം വരെ നമുക്ക് ഇതിൻ്റെ 50,000 രൂപ വെച്ച് കിട്ടും മന്ത്ലി. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യത്തെ മാസം മുതൽ ഞാൻ 75,000 വെച്ച് SIP സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മളങ്ങനെ 12 മാസം അടച്ചു, ലൈക്ക് 1 ഇയർ. ആ 1 ഇയറിന് ശേഷം നമുക്ക് 13th പേയ്മെൻറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് 50K മന്ത്ലി തിരിച്ച് കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ 50,000 രൂപ മന്ത്ലി നമുക്ക് കിട്ടാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ SIP കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 15 കൊല്ലം വരെ നമ്മൾ 75,000 SIP അടയ്ക്കുന്നുണ്ട്. അതിന് ശേഷം പൈസ അടയ്ക്കുന്നൊന്നുമില്ല, നമുക്ക് SWP കിട്ടിക്കൊണ്ടേയിരിക്കണം. സോ 49th ഇയർ വരെ നമ്മൾ 50K SWP ആയിട്ട് എടുത്താലും നമ്മുടെ ഫണ്ടിൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1.53 crore rupees ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. ഫൈനൽ കോർപ്പസ് ഫോർ SWP 1 crore 1.53 CR, ടോട്ടൽ ഇൻവെസ്റ്റഡ് 1.31 CR, ടോട്ടൽ വിഡ്രോൺ ടാർഗറ്റ് 2.88 CR. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിളും കൂടി എടുക്കുകയാണെങ്കിൽ 25,000 rupees SWP കിട്ടുന്ന പോലെ. അപ്പോൾ നമ്മളുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് 40K. അപ്പോൾ 40K 40,000 രൂപ നമ്മൾ മന്ത്ലി ഒരു കൊല്ലം ഇട്ടിട്ട് അടുത്ത കൊല്ലം മുതൽ ലൈക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് 13th മന്ത് മുതൽ നമുക്ക് 25,000 SWP സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതും സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമ്മൾ 7% വെച്ചിട്ടും SIP 15 ഇയേഴ്സും പിന്നെ നമ്മുടെ കോർപ്പസ് ടാർഗറ്റ് നമ്മൾ വെക്കുന്നത് 1 CR തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഫൈനൽ കോർപ്പസ് 1.60 CRും ടോട്ടൽ ഇൻവെസ്റ്റഡ് ഓൺലി 7 lakhs, വിഡ്രോൺ ചെയ്യുന്നത് 1.4 CRൻ്റെ അടുത്തും. അപ്പോൾ നമ്മുടെ കോർപ്പസ് ടാർഗറ്റ് അതിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഇൻവെസ്റ്റർ മരിച്ചു പോവുകയാണെങ്കിലും 30 കൊല്ലത്തിന് ശേഷമാണ് ആ ഇൻവെസ്റ്റർ മരിച്ചു പോയത്. സോ അവർ വെച്ച നോമിനിക്ക് ആ ടൈമിലുള്ള എമൗണ്ട് എത്രയാണോ അത്രയും കിട്ടും.
അപ്പോൾ ഇനി ചിലവർക്ക് 1 lakh rupees മന്ത്ലി SWP കിട്ടാൻ വേണ്ടിയിട്ട് അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുവാണെങ്കിൽ ലൈക്ക് അവരുടെ SIP എമൗണ്ട് വരുന്നത് 1.45 lakhs ആണ് മന്ത്ലി ഫോർ ദ ഫസ്റ്റ് 15 years. സോ ആദ്യത്തെ കൊല്ലം നമ്മൾ 1.45 lakh അടയ്ക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലൈക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് 1 lakh rupees SWP ആയിട്ട് കിട്ടാനും തുടങ്ങും ഫോർ ദ നെക്സ്റ്റ് 49 years. ഇതിൻ്റെ സെയിം 15 years വരെ നമ്മൾ SIP കണ്ടിന്യൂ ചെയ്യണം. ഓൾസോ ഇതിൻ്റെ കോർപ്പസ് ടാർഗറ്റ് സെയിം തന്നെ നമ്മൾ 1 crore rupees ആണ്. പിന്നെ സമ്മറി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫൈനൽ കോർപ്പസ് SWP വരുന്നത് 1.3 CR ആവും. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 2.5 CR വിഡ്രോ ചെയ്തിരിക്കുന്നത് 5.7 CR rupees ആവും. സോ ഇതിലും നമ്മുടെ കോർപ്പസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ചിലവർക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് SWP ആയിട്ട് നമുക്ക് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ലംസമായിട്ട് 25 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ ആനുവൽ റിട്ടേൺസ് എടുത്തിരിക്കുന്നത് 7% ആണ്. സോ മന്ത്ലി ആയിട്ട് 20,000 രൂപയാണ് കിട്ടുന്നത്. ഇതിൻ്റെ കോർപ്പസ് വാല്യൂ വെച്ചിരിക്കുന്നത് 25 lakhs ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ SWPനൊക്കെ ശേഷം നമുക്ക് മിനിമം 25 lakhs തിരിച്ച് കിട്ടണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 15 yearsൻ്റെ ടെന്യൂറാണ് വെച്ചിരിക്കുന്നത്. സോ SWP 13th month മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ 13th month മുതൽ നമുക്ക് 20,000 rupees SWP ആയിട്ട് കിട്ടും. അപ്പോൾ ലംസമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമ്മർ നോക്കുന്ന സമയത്ത് ലംസമായി ഇൻവെസ്റ്റ് ചെയ്ത് 25,000 വിഡ്രോ ചെയ്തിരിക്കുന്നത് 33 lakhs പിന്നെ കോർപ്പസിൽ ബാക്കി വന്നിരിക്കുന്നത് 41 lakh rupees ആണ്. സോ നമ്മുടെ കോർപ്പസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് വാല്യൂ ആണ് 7%-ൻ്റെ ആണ് മ്യൂച്വൽ ഫണ്ടിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന റിട്ടേൺസ്. ബട്ട് നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺസ് എന്തായാലും ജനറേറ്റ് ആകും. കാരണം നമ്മുടെ ശരിയ ബേസ്ഡ് ഫണ്ട്സിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇനീഷ്യലി കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇനി ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് ഒരു നല്ലൊരു SWP ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് തരാം. സോ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓൾസോ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും.